ഹായ് ഹലോ നമസ്കാരം. അപ്പം ഇന്ന് ഞാൻ വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 30 ദിവസത്തെ ഒരു ചാലഞ്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഒരു വെയിറ്റ് ലോസ് ചാലഞ്ച്. ജനുവരി 11 12 ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ ഓർമ്മ ശരി, എനിക്ക് 10-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ട് 11-ാം തീയതി ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങി. എന്നിട്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് വീഡിയോ ഇട്ടാൻ പറ്റിയില്ലെങ്കിലും ഞാനത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ 30 ദിവസം കൊണ്ട്, അതായത് നമുക്ക് ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ടല്ലോ, നമ്മുടെ കാലോറി അനുസരിച്ച് എത്ര ഇൻടേക്ക് ചെയ്യണോ അതനുസരിച്ച് ഞാൻ ഡയറ്റ് പ്ലാൻ ചെയ്തു. പിന്നെ വർക്കൗട്ട് ചെയ്തു, വീട്ടിൽ വർക്കൗട്ട് ചെയ്തു, പിന്നെ നടക്കാൻ പോയി. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്തത് കൊണ്ട് ഒരു മാസം കൊണ്ട് എനിക്കുണ്ടായ ചേഞ്ചസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് എനിക്ക് ഒരു ഒക്ടോബർ നവംബർ ഒക്കെ ആയപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് വെയിറ്റ് ഗെയിനായി. ഒക്ടോബർ കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. ഭയങ്കരമായിട്ട് വെയിറ്റ് ഗെയിനായി. കാരണം വെച്ചാൽ വിൻ്റർ ആയതുകൊണ്ട് ഇവിടുന്ന് ശരീരം വരങ്ങി ഒന്ന് നടക്കാൻ പോലും എനിക്ക് മനസ്സിലായിരുന്നു. സാധാരണ നമ്മൾ വൈകിട്ടൊക്കെ കുറച്ച് നടക്കാൻ പോകുകയാണെങ്കിലും ഒക്ടോബർ തൊട്ട് അങ്ങോട്ട് നടക്കാൻ പോകാൻ ഭയങ്കര മടി, വല്ലപ്പോഴും പോയാലായി അങ്ങനെ. അതിനുശേഷം ഒരു ഡിസംബറൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഒരു ഡ്രസ്സ് ഇടാൻ പറ്റില്ല. ഈ ഡ്രസ്സ് പോലും എനിക്ക് കയറുന്നില്ലായിരുന്നു. അങ്ങനെ ഭയങ്കരമായിട്ടൊരു ഡിപ്രഷനിലായപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു വെയിറ്റ് ലോസ് ചെയ്യാമെന്ന്. വെയിറ്റ് ലോസ് ചെയ്യുന്നതിനോടൊപ്പം വീഡിയോയും ചെയ്യാം. കാരണം വെച്ചാൽ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് അത് സ്റ്റോപ്പ് ചെയ്യാൻ തോന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു പ്രോസസ്സ് ചെയ്തു. പക്ഷേ എല്ലാ ദിവസവും വീഡിയോ ഇടാൻ പറ്റിയില്ല, പല പല കാര്യങ്ങളും ഉണ്ട്. എന്നാലും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഫ്ലോയിൽ ആ പ്രോസസ്സ് ഫോളോ ചെയ്തു, വർക്കൗട്ട് ചെയ്തു, ഫുഡ് കറക്റ്റായിട്ട്, അതായത് ഒരു കാലറി അനുസരിച്ച് ഇൻടേക്ക് ചെയ്തു, എൻ്റെ ബോഡിക്ക് വേണ്ടുന്ന, എൻ്റെ ഹൈറ്റിന് വേണ്ടുന്നതനുസരിച്ച് ഇൻടേക്ക് ചെയ്തു. അപ്പോൾ എൻ്റെ വെയിറ്റ് 80 ആയിരുന്നു. 80-ൽ കൂടുതലായെങ്കിലേ ഉള്ളൂ. അന്ന് എനിക്ക് വെയിങ് മെഷീൻ ഇല്ലായിരുന്നു. അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ഞാൻ നോക്കിയത്. ഇവിടെ അടുത്ത് ആർമി ഹോസ്പിറ്റലുണ്ട്, അപ്പോൾ അവിടെ പോയിട്ടാണ് നോക്കിയത്. അപ്പോൾ എനിക്ക് 80-ൽ കൂടുതലാവാനേ സാധ്യതയുള്ളൂ. അതിനുശേഷം ഞാൻ ഭയങ്കര ഒരു ഡിപ്രഷനിലായതിനു ശേഷം ഞാൻ പിന്നെ പതുക്കെ ഞാൻ വിചാരിച്ചു എന്തായാലും വണ്ണം കുറയ്ക്കണം എന്ന് വിചാരിച്ചു. കാരണം എൻ്റെ കയ്യിൽ ഇരുന്ന ഡ്രസ്സൊന്നും എനിക്ക് ഇടാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് വണ്ണമാണ്. അതിനുശേഷം ഞാൻ ഇപ്പോൾ ഓൺ ദ പ്രോസസ്സിലാണ്, കഴിഞ്ഞിട്ടില്ല. 1 മന്ത് കഴിഞ്ഞു. അപ്പോൾ എനിക്കൊരു എന്താ പറയുന്നത്, ഞാൻ ചെയ്തതിൻ്റെ ഒരു റിസൾട്ട് എനിക്ക് കിട്ടി. അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നത്. അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം 80 ആയിരുന്നു, ഇപ്പം എനിക്ക് 69 പോയിൻറ്റ് സംതിങ് ആയി. അപ്പോൾ അതെനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ ഒരു ചെറിയ ഷോട്ട് എടുക്കുന്നത്. കാരണം വെച്ചാൽ അതിൻ്റെ ഒരു അപ്ഡേറ്റ് തരണമല്ലോ. ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു ഞാൻ ഇന്ന ദിവസം. അപ്പോൾ ഫസ്റ്റ് കുറച്ച് ദിവസത്തൊക്കെ എനിക്ക് ഇടാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ ഷോർട്സ് ഇട്ടു. പിന്നെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റിയില്ല, പല പല കാര്യങ്ങളുണ്ട്. എന്നാലും അത് ഞാൻ എടുക്കുന്ന ഫുഡൊക്കെ സെയിം തന്നെ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ റീ അപ്ലോഡ് ചെയ്യാനത്. അങ്ങനെയായിരുന്നു. പിന്നെ സൺഡേസ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഫുഡ് കഴിച്ച് സൺഡേസ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. എന്നാലും വർക്കൗട്ട് ഞാൻ ഒരു ദിവസം സ്കിപ്പ് ചെയ്തിട്ടില്ല. അങ്ങനെ. അപ്പം ഇത് പറയാനായിട്ടോ ഞാൻ വന്നത്. ഇപ്പം ഇനിയുള്ള അപ്ഡേറ്റ്സ് ഞാൻ തരാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എൻ്റെ അതായത് ഞാൻ ചെയ്യുന്നതിനുള്ള എനിക്ക് എന്തൊക്കെ റിസൾട്ട് കിട്ടി എന്നുള്ള അപ്ഡേറ്റ്സ് ഞാൻ തീർച്ചയായിട്ടും തരാം. അപ്പോൾ ഇത് കണ്ടോ, ഈ ഡ്രസ്സ് എനിക്ക് ഇടാനേ പറ്റത്തില്ലായിരുന്നു. ഭയങ്കരമായിട്ട് എനിക്ക് ടൈറ്റ് ആയിരുന്നു. എനിക്ക് വന്നപ്പോൾ ഓക്കെ ആയിരുന്ന ഡ്രസ്സ് ഭയങ്കരമായിട്ട് ടൈറ്റായി. ഇപ്പം എനിക്ക് ആ നേരത്തെ ഞാൻ ആദ്യം ഇത് ഇട്ടതിനേക്കാളും എനിക്ക് ലൂസായി. ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ ഓക്കെ, ബൈ.